ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഖുർആനിൽ ഏത് പ്രവാചകന്റെ ചരിത്രം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനോടും അനുയായികളോടും പറയുന്ന വാചകമായി 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 48-49 ആയത്തുകളൊന്ന് വായിച്ചു നോക്കിയേ. അതിൽ പറയാണ്, ഞാൻ നിങ്ങളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും വിട്ടൊഴിഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ നിരാശാബോധമുള്ളവനല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വിട്ടുപോകുന്നത്. ഓഹോ, നിങ്ങൾ നമ്രൂദിന്റെ താഗൂത്ത് ഈ ഭരണകൂടത്തിൽ ഞെരിഞ്ഞമർന്ന് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്, അതുകൊണ്ട് ഈ ഭരണകൂടത്തിൽ ജീവിക്കാൻ എനിക്ക് തയ്യാറില്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഉൾക്കൊണ്ട് ഭരണം നടത്തുന്നിടത്തേക്ക് പോവുകയാണ് എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത്. ഇത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, നേർക്ക് നേരെ. അതാണ് ഞാൻ പറയുന്നത്, നേർക്ക് നേരെ. മുജാഹിദ് പ്രസ്ഥാനം പറയില്ല, ഞങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നിരാശ. അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് തൊട്ടതായ 49 അല്ല പിന്നെ പറയണെന്നറിയോ? അവരാരാധിച്ചതിനെ, ഇബാദത്ത് ചെയ്തതിനെ വിട്ടൊഴിഞ്ഞ് ഇബ്രാഹിം പോയപ്പോൾ തൊട്ടുമുകളിൽ ദുആ എന്നുള്ള പദം പ്രയോഗിച്ചു, തൊട്ടതായ ഇബാദത്ത് എന്നുള്ള പദം പ്രയോഗിച്ചു. വളരെ ഗൗരവമായി ഖുർആൻ നമ്മൾ പഠിക്കേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു വശമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറയുന്ന വാചകം, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ വിട്ടൊഴിഞ്ഞു പോകുന്നു, ഞാൻ എന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനാണ്, ആ കാര്യത്തിൽ എനിക്കൊരു നിരാശയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായിട്ട് പിരിഞ്ഞു പോകുന്നത്. ബാപ്പയുമായുള്ള അഭിപ്രായ ഭിന്നത ഭരണകൂടത്തിന്റെ പേരിലല്ല, അള്ളാഹു അല്ലാത്തവർ ഭരിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല, ആ ഭരണാധികാരികളെ അനുസരിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല, മറിച്ച് പിശാചിനെ അനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തു എന്ന വിഷയത്തിലാണ്. നേരെ മറിച്ച് ആസർ, നിങ്ങൾ ചിന്തിച്ചോളൂ, ഇബ്രാഹിം നബിയുടെ ബാപ്പ ഒരു കള്ളുഷാപ്പ് നടത്തുന്ന ആളായിരുന്നു എന്ന് കൂട്ടിക്കൊടി. സത്യം, ലളിതമായി ഞാൻ പറയാം, വളരെ ലളിതമായി പറയാം. ഇബ്രാഹിം നബിന്റെ ബാപ്പ പട്ടച്ചാരായം നടത്തുന്ന ഒരാളായിരുന്നു എന്ന് വിചാരിച്ചോളൂ, കള്ളുഷാപ്പ് നടത്തുന്ന. എന്നാ ഇബ്രാഹിം നബിയുടെ ബാപ്പ അങ്ങനെ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് ഇബ്രാഹിം നബി പറയില്ല, ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചും തരില്ല. ഇബ്രാഹിം നബി ബാപ്പയോട് പറഞ്ഞു, യാ അബതി ലാ തഅബുദു ശൈത്താൻ. അല്ലേ, സൂറത്ത് മറിയമിലെ 19-ാം അധ്യായം 42 മുതൽ 49 വരെയുള്ള സൂക്തം, അതിനിടയിലെ എല്ലാ വാചകവും വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ പറയുന്നത്, ബാപ്പ നിങ്ങൾ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്നാണ്. ഞാൻ ചോദിക്കുന്നു നാടനായിട്ട് മനുഷ്യരോട്, പിശാചിനെ അനുസരിക്കാതെ എന്തൊരു പ്രവൃത്തിയാണ് ഈ ദുനിയാവിൽ നടക്കുന്നത്? ഒരാൾ കള്ളു കുടിക്കുന്നു, ആരെ അനുസരിച്ചിട്ടാ? പിശാചിനെ അനുസരിച്ചു, ദേഹേച്ഛയെ അനുസരിച്ചിട്ട്, അല്ലേ? പിശാചിനെ അനുസരിച്ച് ഒരാൾ കള്ളു കുടിച്ചാൽ ഓ മുശ്രിക്കാവോ? മുശ്രിക്കാവോ? ആലോചിക്കേണ്ട വളരെ ഗൗരവമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ പിതാവ് ഒരു കള്ളുഷാപ്പ് നടത്തുന്ന ഒരാളായിരുന്നെങ്കിൽ, ഇനി മുഴുക്കുടിയനായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി പറയുന്നറിയോ? നിങ്ങൾ പിശാചിനെ അനുസരിച്ചുകൊണ്ട് ഹറാമ് ചെയ്തു എന്നേ പറയുള്ളൂ, ഹറാമ് ചെയ്തു എന്നേ പറയുള്ളൂ, ശിർക്ക് ചെയ്തു എന്ന് പറയില്ല, ഇബാദത്ത് ചെയ്തു എന്ന് പറയില്ല. പിശാചിനെ അനുസരിച്ച് ചെയ്ത പ്രവൃത്തി വിഗ്രഹാരാധനയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ത് പറഞ്ഞത്? ലാ തഅബുദു ശൈത്താൻ എന്ന് പറഞ്ഞത്. അവിടെ ഇബാദത്ത് വന്നു, അല്ലാഹുക്കല്ലാത്തവർക്കുള്ള ഇബാദത്ത്. അതിന് കാരണമാകട്ടെ, പ്രേരണ ശക്തിയാകട്ടെ, അത് ഇബ്ലീസായിരുന്നു. അതുകൊണ്ടാണ് ആലങ്കാരികമായി മജാസിയായ പ്രയോഗം. അത് തിരിയാത്തവരല്ല ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവർക്കത് അറിയാം. അവരത് അറിഞ്ഞുകൊണ്ട് തന്നെ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, സത്യത്തെ അസത്യവുമായി അവർ കൂട്ടിക്കുഴക്കുകയാണ്. ഏതൊരു പ്രവാചകന്, ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് കൗഫ് ഞാൻ അത്ഭുതകരമായി കണ്ടിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. അവിടെ അസ്ഹാബുൽ കൗഫിനെ പറ്റി വിശദീകരിച്ചെടുത്ത് അവർ പറയുന്ന കാര്യം തന്നെ എന്താ? നഹ്നു നഖുസു അലൈക നബാഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്വാ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാമ. ആകാശഭൂമികളുടെ റബ്ബ് പടച്ചോനാ, അതുകൊണ്ട് ആ പടച്ചോനോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. അതല്ലാത്തൊരു വാക്ക് പറയാന്നുള്ളത് ഏറ്റവും പിഴച്ച അക്രമകരമായ വാക്കാണ്. ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആ അസ്ഹാബുൽ കൗഫ് ജീവിച്ച നാട്ടിൽ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, അവിടെ ഭരിച്ചിരുന്നവരുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ ഭരിച്ചിരുന്നവർ അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചിരുന്നു. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഈ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അസ്ഹാബുൽ കൗഫ് അവിടെ നടത്തിയിരുന്ന ഭരണാധികാരികളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ഭരണാധികാരി ഇല്ല, അതുകൊണ്ട് നിങ്ങളെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കില്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്,
ഞങ്ങളെങ്ങാനും നിങ്ങളെ ഭരണാധികാരികളായി സ്വീകരിച്ചാൽ ഞങ്ങൾ ഏറ്റവും വഴിവേച്ചവരായി പോകും എന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ പിരിഞ്ഞത്. കാരണം ആ നാട്ടിലെ ഭരണാധികാരികളും ആ നാട്ടിലെ ജനങ്ങളും ഒക്കെ ചെയ്തിരുന്ന അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും മോശക്കാരായി തീരും. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ പിന്നെ ഖുർആൻ പറയുന്നറിയോ, അവർ ഇബാദത്ത് ചെയ്തതിനെ അസ്ഹാബുൽ കഹ്ഫ് വിട്ടൊഴിഞ്ഞു പോന്നപ്പോൾ. അപ്പൊ ഖുർആനിൽ ഉടനീളം ഞാൻ പറയുന്നത് എന്താ അറിയോ, പ്രവാചകന്മാർ ഏറ്റവും ഗൗരവമായി കണ്ട ഈ ശിർക്ക്, സമൂഹം ചെയ്തിരുന്ന ഈ ശിർക്ക്, ഏത് നബിയുടെ കാലഘട്ടവും നിങ്ങൾ എടുത്തു നോക്ക്, പ്രവാചകന്മാരുടെ പ്രബോധന കാലഘട്ടം നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അവിടെ കാണാൻ കഴിയുന്ന വളരെ വലിയ കാര്യമാണിത്. അതിലേതെങ്കിലും ഒരു നബി ഒഴിവല്ല. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എല്ലാം ജമാഅത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വമ്പിച്ച തെറ്റുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ പറയുമ്പോ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ജനങ്ങളെ ആദ്യമായി ഹൂദ് നബി പറയുന്ന കാര്യം അതാണ്. ശുഐബ് നബി പറയുന്ന കാര്യം അതാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ പറ്റി പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഏത്? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന്. ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 84-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അവിടെ വൈലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന അളവിലും തൂക്കത്തിലുകൾ കൃത്രിമം കാണിക്കരുതെന്നാണ്. ഈ പരാമർശം പറഞ്ഞുകൊണ്ട് പിന്നീട് വിശദീകരിക്കുന്നത് ഷെയ്ഖ് സാഹിബ് വിശദീകരിക്കുന്നത് ഇവിടെ ആരാധനയിലെ ശിർക്കും അതുപോലെ തന്നെ സാമ്പത്തികത്തിലെ ശിർക്കും, അങ്ങനെ രണ്ട് ശിർക്കും മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എതിർത്തു. അങ്ങനെ എതിർത്തു എന്നാണ് പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം, ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, അഥവാ ലോകത്ത് യഥാർത്ഥ ഇസ്ലാമും മൗദൂദിയതും തമ്മിലുള്ള പ്രത്യേകത, വ്യത്യാസം. അല്ല, ഇവിടെ നോക്കൂ, ആരാധനയിലെ ശിർക്കിനെ അദ്ദേഹം എതിർത്തു. പിന്നെ പറയുന്നതോ സാമ്പത്തിക രംഗത്തെ ശിർക്കിനെ എതിർത്തു. നമുക്ക് മനസ്സിലാകാത്തൊരു പോയിന്റ് ഉണ്ട്. ഈ ആയത്തിനെ പറ്റി പറഞ്ഞിട്ട് പറയുന്നത് ഇതേ അധ്യായത്തിലെ 87-ാമത്തെ ആയത്തിൽ മഹാനായ ശുഐബ് നബിയോട് അവർ ചോദിക്കുന്നുണ്ട്, അല്ല ശുഐബേ, നിന്റെ നമസ്കാരമാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച നിന്റെ നമസ്കാരമാണോ? അതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, സാമ്പത്തിക രംഗത്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ സംഗതി അത് തെറ്റാണ് എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച നിന്റെ നമസ്കാരമാണോ? ഇത് പറഞ്ഞിട്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പിന്നെ ഇവിടെ മൂവാറ്റുപുഴയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ യോഗത്തിൽ പറഞ്ഞ പരാമർശം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? രണ്ട് രംഗത്തുമുള്ള ശിർക്ക് അതിൽ വന്നു. പ്രവാചകന്മാരെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാം തന്റെ സമൂഹത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.